ചൂരണിയിലെ ജനങ്ങളുടെ ആശങ്ക മാറുന്നില്ല. ഏത് നിമിഷവും കാട്ടാനക്കുട്ടി ജനങ്ങൾക്കിടയിലേക്ക് ഓടിയെത്താമെന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഇന്നലെ ഈ സ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് കാട്ടാനക്കുട്ടി ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറുന്നത്. ആളുകൾ ചിതറി ഓടുന്നത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. വനംവകുപ്പിൻ്റെ RRT ടീം പരിശോധന നടത്തുന്നുണ്ട്. കാട്ടാനക്കുട്ടിയെ മയക്കോട് വെച്ച് പിടികൂടി ഈ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന ഒറ്റ ആവശ്യം മാത്രമേ നാട്ടുകാർക്കുള്ളൂ. കാരണം 2 ആഴ്ചയിലേറെയായി നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കുട്ടിയാനെയാണ് ഈ മേഖലയിൽ തുടരുന്നത്. ചേട്ടാ, ഇന്നലെ ഇതിനെ പിടികൂടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? ഇന്നലെ സൗകര്യമായിട്ട് പിടികൂടായിരുന്നു. റോഡ് സൈഡിൽ തന്നെയാണ് ആനക്കുട്ടി ഉള്ളത്. ഇവിടുന്ന് തന്നെ പിടിച്ച് അങ്ങനെ തന്നെ വണ്ടി കാറ്റാൻ പറ്റിയ സൗകര്യമാണ്. അവർ മേലുദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുക്കാത്തതുകൊണ്ട് അപ്പുറം ഇപ്പുറം ജനങ്ങളാണ് രാവും പകലും പോലെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്നത്. അവരെ വാക്ക് പോലും അംഗീകരിക്കാതെ DFOയും റേഞ്ചറും ഇങ്ങോട്ട് വരികയും ചെയ്യാതെ പിന്നെ ഞാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് കെട്ടാന്നുള്ള കുട്ടിയുടെ ടീമുകൾ വന്നായിരുന്നു. അതുപോലെ അവരോട് പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല. അവർ ഒഴിഞ്ഞു മാറിക്കേൾക്കുള്ളൂ. ഇപ്പോൾ ഈ ഫോറസ്റ്റുകാരൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആന ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ആന ഇവിടെ ഇല്ല. അതിനെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഉപേക്ഷിച്ച് പോക്കിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നല്ല കാട് കാറ്റുക, ഇവരെ ബാധ്യത കൊയ്യുക, കുറേ ഫണ്ട് എഴുതി മേടിക്കുക, അത് മാത്രം. അങ്ങനെ ഇതിനെ കാട് കയറ്റാൻ പറ്റും? കുറച്ച് 2 ആഴ്ചയിലേറെ ഇങ്ങനെ കിടക്കില്ല. ഇവിടുന്ന് വിട്ടാൽ കരിങ്ങാട് പോകും. കരിങ്ങാട് നിന്ന് പോയാൽ ഇങ്ങോട്ട് വരും. ഇത് തന്നെ ശരി. ഇങ്ങോട്ട് വരുന്ന മാത്രമല്ല, ബൈക്ക്, സ്കൂട്ടി വീടിൻ്റെ മുറ്റത്തിലെല്ലാം തട്ടി തകർക്കുകയും ആൾക്കാരെ വയ്യ ഓടുകയും ആൾക്കാരെ പരിക്ക് പറ്റിക്കുകയും ഇതെല്ലാം ചെയ്യുന്ന സംഗതിയാണ് ഈ ആനേൻ്റെ അടുത്തുള്ളത്. ഇന്നലെ നല്ല കൈയും ചരിയത്ത് കിട്ടിയിട്ട് അവർ ചെയ്തിട്ടില്ല. ഇതൊരു അംഗനവാടിയാണ്. സ്കൂൾ കുട്ടികൾ ചെറുത്. ഇവിടെ ഇപ്പോൾ സ്കൂൾ ബസ് വരും. സ്കൂൾ കുട്ടികൾ അങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുവാണ്. കിലോമീറ്ററോളം നടന്നു വന്നിട്ട് ഇവിടുന്ന് ബസ്സിന് പോകുന്നതാ. ഈ വഴിക്ക് ആന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കുട്ടിയൊക്കെ എങ്ങോട്ട് ഓടാം? അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കുട്ടികളാണ്, ചാടാൻ പറ്റില്ല. ആന കൊല്ലുകയേ ഉള്ളൂ. കൊന്നു കഴിയുമ്പോൾ സർക്കാർ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. അത് ഫോറസ്റ്റുകാർ അത് എഴുതി കൊടുക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിലും സുഖം ഇതിനെ പിടിച്ചു കൊണ്ടുപോയാൽ പോരെ. എൻ്റെ സ്ഥലത്ത് വന്നിട്ട് പിന്നെ തെങ്ങ്, കവുങ്ങ്, പിന്നെ കൊക്കോ എല്ലാം നശിപ്പിച്ചില്ലേ. കംപ്ലീറ്റ് സാധനം നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങൾക്ക് പകൽ പോലും സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഈ കാർഷിക മേഖല ഞങ്ങൾക്ക് എന്തെങ്കിലും ആദായം എടുത്തിട്ട് വേണം ജീവിക്കാൻ. ഒരു ഭാഗത്തൂടെ കുരങ്ങ്, ഒരു ഭാഗത്തൂടെ പന്നി, അത് മറുഭാഗത്തൂടെ ആനയും വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ഇവിടെ ജീവിതം. ഇതുവരെ ആയിട്ടും ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ളവരാരും ഇതുവരെ ഈ സ്ഥലത്ത് വന്ന് നോക്കുകയോ അതിനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇവരെ വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി എന്താന്ന് വെച്ചാൽ നടപടിയെടുക്കണ്ടേ. സാധാരണ വലിയ കാട്ടാനകളാണ് നാട്ടിലിറങ്ങി നാട്ടുകാർക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നത്, കൃഷി നശിപ്പിക്കുന്നത്, ജീവന് ഭീഷണിയാകുന്നത്. പക്ഷേ ചൂരണി മേഖലയിൽ ഏകദേശം 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാനെയാണ് പ്രശ്നക്കാരനായി നാട്ടിൽ തുടരുന്നത്. ആ ആന ഇതുവരെ കാട്ടിലേക്ക് തിരിച്ചു കയറാനും കൂട്ടാക്കിയിട്ടില്ല. പക്ഷേ വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.